ചെറിയ അടയാളങ്ങൾ തമ്മിൽ വലിയ കാലതാമസമുണ്ടാകും. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായതുപോലും ചെറിയ അടയാളത്തിൽപ്പെട്ടതാണ്. പ്രവാചകന്റെ കാലശേഷം ഉണ്ടായിട്ടുള്ള സ്വഹാബികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും ചെറിയ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാമിക സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ ചെറിയ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അവ തമ്മിൽ വലിയ ഗ്യാപ്പുകളുണ്ട്. പക്ഷേ അന്ത്യസമയത്തിൻ്റെ വലിയ അടയാളങ്ങൾ വന്നാൽ അവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാവുകയില്ല. മറിച്ച് ഓരോന്നും ഒന്നിനു പുറകെ ഒന്ന്, അതല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ 3-4 കാര്യങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് വലിയ അടയാളത്തിലേക്ക് സൂചന നൽകുന്നതാണ് ചെറിയ അടയാളം. വലിയ അടയാളമാകട്ടെ ഖിയാമത്ത് നാൾ ഇതാ ഇപ്പോൾ ഉടനെ സംഭവിക്കുമെന്ന് പറയാനുള്ളതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു അംറിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അൽ ആയാതു ഖറസാതുൻ മൻദൂമാതുൻ ഫീ സിൽകിൻ. അന്ത്യസമയത്തിന്റെ ആയാത്തുകൾ, അടയാളങ്ങൾ ഖറസാതുൻ മൻദൂമാതുൻ ഫീ സിൽകിൻ, ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെയാണ് എന്നാണ്. ഖറസാത്ത് എന്ന് പറഞ്ഞാൽ മുത്തുകൾ, മൻദൂമാത്ത് കോർത്തെടുക്കപ്പെട്ട ഫീ സിൽകിൻ, ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെയാണ് അന്ത്യസമയത്തിന്റെ വലിയ അടയാളങ്ങൾ. ഫഇൻ യുഖ്തഇ സിൽകു യത്ബഅ ബഅദുഹാ ബഅദാ, ആ ചരടങ്ങാനും പൊട്ടിയാൽ മുത്തുകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ. ഒരു ചരട് പൊട്ടിയാൽ മുത്തുകൾ ഒന്നായിട്ടാണ് കൊഴിഞ്ഞു വീഴുക. ഒന്ന് പോയിട്ടടുത്തത് എന്ന് പറയുകയില്ല, ഒന്നായിട്ടാണത് വരിക. അതേപോലെയാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക.